ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസു ഹാദി അഷ്റ 11ാമത്തെ പാഠവുമായിട്ടാണ് വന്നിരിക്കുന്നത്. മിഫ്താഹുസ്സലാ, നിസ്കാരത്തിൻ്റെ താക്കോൽ. എന്താണ് നിസ്കാരത്തിൻ്റെ താക്കോല്? ഉളുവാണ്. നമുക്ക് പാഠം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം നമുക്ക് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഭാഗം ഒന്ന് മനസ്സിലാക്കാം. ഹൗലുൽ കൗസറിന് സമീപം ഞാൻ കാത്തിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആരെ? സഹാബികൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എൻ്റെ സഹോദരന്മാരെ. സഹാബികൾ, അവരെ അങ്ങ് എങ്ങനെ തിരിച്ചറിയും? സഹാബികൾ ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അങ്ങയുടെ സഹോദരന്മാരെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഉളൂ കാരണം മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവരാണവർ. അല്ലാഹു തആല നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഉസ്താദ് പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലുൽ കൗസർ, അത് കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ആർക്കും ദാഹിക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സഹോദരന്മാരെ കാത്തു നിൽക്കും ഹൗലുൽ കൗസർ നൽകാൻ വേണ്ടി. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഒരു പാനീയമാണ് ഹൗലുൽ കൗസറിലുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. നമുക്ക് പാഠം വായിക്കാം. നമുക്ക് ഹൗലുൽ കൗസർ കുടിക്കേണ്ടയോ? വേണം വേണം, എല്ലാവരും പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ ഉളൂ ചെയ്യാൻ പഠിക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ ഉളൂ ചെയ്യാൻ പഠിക്കാം. ഉസ്താദും കുട്ടികളും ടാപ്പിനടുത്തേക്ക് പോയി. ടാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പ്, മനസ്സിലാക്കാം. ഉസ്താദ് കിബിലക്ക് തിരിഞ്ഞു. അപ്പോൾ ഉളൂ ചെയ്യുമ്പോൾ ആദ്യം കിബിലയിലേക്ക് തിരിയാം, മനസ്സിലാക്കാം. ഉളൂവിൻ്റെ സുന്നത്തുകൾ വീട്ടുന്നു എന്ന് കരുതി, അതായത് ഉളൂവിൻ്റെ സുന്നത്തുകൾ വീട്ടുന്നു എന്ന് മനസ്സിൽ കരുതുക. എന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി മുൻകൈ രണ്ടും കഴുകുക. മുൻകൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗത്തിനാണ് മുൻകൈ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഈ കൈ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് മുൻകൈ എന്ന് പറയാം. അത് രണ്ടും കഴുകി. പിന്നെ മിസ്വാക്ക് ചെയ്യാന്നാൽ പല്ല് തേക്കുക, ബ്രഷ് ചെയ്യുക, അതാണ് മിസ്വാക്ക് ചെയ്ത്. വായിൽ വെള്ളം കൊപ്പിളിക്കുകയും ഒപ്പം മൂക്കിൽ വെള്ളം കയറ്റി പിഴുകയും ചെയ്തു. അതായത് നമ്മൾ വായ കഴുകുക, അതിൻ്റെ കൂടെ മൂക്കിലേക്ക് വെള്ളമാക്കിയിട്ട് അത് കയറ്റി പിഴുകയും ചെയ്തു. കുട്ടികൾ ഉറ്റുനോക്കി. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ ഉളൂ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഉസ്താദ് മുഖം കഴുകി. അതായത് നമ്മൾ ആദ്യം സുന്നത്തുകൾ വീട്ടുന്നു എന്നാണ് കരുതിയത്. ഇപ്പോൾ ഇവിടെ എന്താണ്? നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ ഉളൂ ചെയ്യുന്നു. ഉളൂവിൻ്റെ നിയ്യത്താണ്. അപ്പോൾ മനസ്സിലാക്കുക, നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ ഉളൂ ചെയ്യുന്നു. എപ്പോഴാണ് കരുതേണ്ടത്? മുഖം കഴുകുമ്പോഴാണ്. മുഖം കഴുകുമ്പോൾ നിയ്യത്ത് കരുതണം. എന്താണ് നിയ്യത്ത്? നിസ്കാരത്തെ ഹലാലാക്കാൻ ഉളൂ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഉസ്താദ് മുഖം കഴുകി. വലത് കൈ മുട്ടിന് മുകളിൽ കയറ്റി കഴുകി. ആദ്യം വലത് കൈ, മുഖം കഴുകിയതിന് ശേഷം ആദ്യം വലത് കൈ മുട്ടിന് മുകളിൽ കയറ്റി കഴുകി. ഇടത് കൈയും അപ്രകാരം കഴുകി. പിന്നെ ഇടത് കൈയും കഴുകി. ശേഷം 2 കൈയും നനച്ച് തല മുഴുവനും തടവി. 2 കൈയും നനച്ച് തല മുഴുവനും തടവി. പിന്നീട് 2 കൈകളും നനച്ച് ചെവികൾ ഉള്ളും പുറവും തടവി. 2 കൈയും വീണ്ടും നനച്ചിട്ട് 2 ചെവിയും ഉള്ളും പുറവും തടവി. ശേഷം വലതു കാലും പിന്നെ ഇടത് കാലും ഞെരിയാണിക്ക് മുകളിൽ കയറ്റി കഴുകി. അതായത് ഞെരിയാണി മടകളിലേക്ക് കയറ്റി കഴുകി. എല്ലാം 3 തവണ വീതം ചെയ്തു. നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തികളും 3 തവണ വീതം ചെയ്യണം. ഒരു കാല് 3 തവണ, മറ്റേ കാലം 3 തവണ, അങ്ങനെ എല്ലാ പ്രവൃത്തികളും 3 തവണ. ചെവിയും ഉള്ളും പുറവും കൈ നനച്ച് 3 തവണ തന്നെ തടവണം. അപ്പോൾ ഇതാണ് ഉളൂ, മനസ്സിലാക്കുക.
ശേഷം കിബിലക്ക് തിരിഞ്ഞ് 2 കൈകളും ഉയർത്തി മേൽപോട്ട് നോക്കി ഉസ്താദ് ദുആ ചെയ്തു. ഇതുപോലെയാണ് ഉളൂ ചെയ്യേണ്ടത്. ഉസ്താദ് പറഞ്ഞു. മിഫ്താഹു സ്വലാത്തിൽ ഉളൂ, നിസ്കാരത്തിൻ്റെ താക്കോലാണ് ഉളൂ. നിസ്കാരത്തിൻ്റെ താക്കോലാണ് ഉളൂ. അപ്പോൾ എല്ലാവരും പാഠം നന്നായി മനസ്സിലാക്കുക. ഇനി എന്താണ് ഉളൂവിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ദുആ ചെയ്യണം. അപ്പോൾ ഉളൂ ചെയ്തതിന് ശേഷം ഉസ്താദ് എന്താണ് ചെയ്തത്? ദുആ ചെയ്തു. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. നമുക്ക് ദഫ്തർ തോലിബ് നോക്കാം. അപ്പോൾ ഇതിന് തദ്രിബാത്തിൽ ആദ്യം എന്താ വരുന്നത്? നക്തഷിഫു വ നക്തുബു. ഉളൂയിൽ കഴുകേണ്ട അവയവങ്ങൾ ഏതാണ്? ഉളൂയിൽ കഴുകേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അടയാളപ്പെടുത്തുക. മുൻകൈ 2 കഴുകണം, ഒന്നത്. പിന്നെ മുഖം കഴുകണം 2. പിന്നെ കൈ രണ്ടും കഴുകണം. അങ്ങനെ എഴുതിയാൽ മതി. കൈ 2 കഴുകണം. പിന്നെ കാൽ 2 കഴുകണം. അപ്പോൾ കഴുകേണ്ട അവയവങ്ങൾ മുൻകൈ, കൈ 2 അതിൽ കൂട്ടിയാൽ മതി. കൈ 2, കാൽ 2, മുഖവും. ഇതാണ് കഴുകേണ്ട അവയവങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അത് ഉളൂയിൽ തടവേണ്ട അവയവങ്ങൾ. 2 കൈയും നനച്ച് തടവേണ്ട അവയവങ്ങൾ ഏതൊക്കെയായിരുന്നു? തലയും ചെവിയും. തല മുഴുവനും തടവി. അതുപോലെ ചെവികൾ ഉള്ളും പുറവും തടവി. അപ്പോൾ തടവേണ്ട അവയവങ്ങളാണ് ചെവികളും തലയും. അടുത്തത് ഉളൂഇന് നിയ്യത്ത് ചെയ്യണം. എങ്ങനെയാണ് ഉളൂഇന് നിയ്യത്ത് ചെയ്യേണ്ടത്? നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ ഉളൂ ചെയ്യുന്നു. ഇതാണ് ഉളൂഇൻ്റെ നിയ്യത്ത്. അപ്പോൾ അത് എപ്പോഴാണ് എന്നൊക്കെ മനസ്സിലാക്കാം. മുഖം കഴുകുമ്പോഴാണ് കേട്ടോ നിയ്യത്ത് കരുതേണ്ടത്. അടുത്തത് എന്താണ് ഹൗലുൽ കൗസർ എന്ന് ഇവിടെ എഴുതണം. എന്താണ് ഹൗലുൽ കൗസർ? ഹൗലുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ സഹോദരന്മാർക്ക് നൽകുന്ന പാനീയമാണ്. മഹ്ശറയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ സഹോദരന്മാർക്ക് നൽകുന്ന പാനീയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ പറയാനുണ്ട്. ഹൗലുൽ കൗസർ പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഒരു പാനീയമാണ് ഹൗലുൽ കൗസർ. സ്വർഗത്തിലെ പാനീയം എന്നൊക്കെ എഴുതാം ഹൗലുൽ കൗസറിനെ കുറിച്ച്. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതാം. അടുത്തതാ സഹാബികൾ. ആരാണ് സഹാബികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ചവരാണ് സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ചവരാണ് സഹാബികൾ. അത് എഴുതാം. അടുത്തത് കിബില. പരിശുദ്ധ മക്കയിലെ കഅബയാണ് നമ്മുടെ കിബില. പരിശുദ്ധ മക്കയിലെ കഅബയാണ് നമ്മുടെ കിബില. മിസ്വാക്ക് പറഞ്ഞാൽ ബ്രഷ് ചെയ്യുന്നതിനാണ് മിസ്വാക്ക് എന്ന് പറയും. മിസ്വാക്ക്. അടുത്ത് പിന്നെന്താണ് ഇവിടെ വരുന്നത്? നമ്മൾ ഉളൂഇൻ്റെ പ്രവർത്തനങ്ങൾ ഓർഡറിൽ ഇവിടെ എഴുതാനാണ്. എന്താണ്? 1 കിബിലക്ക് തിരിഞ്ഞു. അപ്പോൾ നമ്മൾ പാഠം വായിക്കുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓർഡറിൽ എഴുതുക. 1 കിബിലക്ക് തിരിഞ്ഞു. പിന്നെ ഉളൂഇൻ്റെ സുന്നത്തുകൾ വീട്ടുന്നു എന്ന് കരുതുക 2. 3 അഊദു ബിസ്മി എന്നിവ ചൊല്ലുക. 3. 4 മുൻകൈ 2 കഴുകുക. 5 മിസ്വാക്ക് ചെയ്യുക. വായിൽ വെള്ളം കൊപ്പിളിക്കുക. ഒപ്പം മൂക്കിൽ വെള്ളം കയറ്റി പിഴുക. 6. 7 നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് കരുതി മുഖം കഴുകുക. അല്ലെങ്കിൽ നിയ്യത്തോടു കൂടി മുഖം കഴുകുക. പിന്നെ കൈ 2 മുട്ടോടു കൂടി കഴുകുക.
കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക. പിന്നെ തല മുഴുവനും തടവുക. തല മുഴുവനും തടവുക. അടുത്തത് ചെവി രണ്ടും ഉള്ളും പുറവും തടവുക. അടുത്തത് കാൽ രണ്ടും ഞെരിയാണിക്ക് മുകളിൽ കയറ്റിക്കഴുകുക. ശേഷം കിബിലയിലേക്ക് തിരിഞ്ഞ് 2 കൈകളും ഉയർത്തി മേൽപോട്ട് നോക്കി ദുആ ചെയ്യുക. അപ്പോൾ മിസ്വാക്ക് ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിപ്പിഴാക്കുക, ഓരോന്നാക്കി എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സ്ഥലമുണ്ട് എഴുതാൻ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഓരോന്നും എഴുതി പാഠബുക്കിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വായിക്കുമ്പോൾ. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇത്രയാണ് മിഫ്താഹുസ്സല എന്ന പാഠഭാഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വുളൂ ചെയ്യാനൊക്കെ ഉസ്താദ് ക്ലാസ്സിൽ കാണിച്ചു തരും. വീട്ടിൽ ഉമ്മയുടെ സഹായത്തോടെ വുളൂ ചെയ്യാനൊക്കെ ഈ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് വുളൂവിൻ്റെ ദിക്റും കാര്യങ്ങളൊക്കെ അടുത്ത പാഠത്തിൽ പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.